നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ദിവസം ഓരോ ഭാര്യമാർക്ക് ഓരോ ദിവസം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിൻ്റെ കൂടെ അങ്ങനെ കിടക്കുകയാണ്. ആയിഷ ബീവി പറയാണ്, പെട്ടെന്ന് നബി എണീറ്റു. ഞാൻ ഉറങ്ങാണ്. നബി എണീറ്റ സമയത്ത് എന്ത് ചെയ്തു? ഞാൻ അറിഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെയുള്ള ചെരുപ്പ് ധരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ആയിഷ ബീബി പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ വരികയാണ്. എവിടേക്കാണ് നബി പോണത്? എവിടേക്കാണ് ഈ രാത്രി എന്നെ വിട്ട് നബി പോണത്? വേറെ മറ്റുള്ള ഭാര്യമാരുടെ അരികിലേക്ക് പോവുകയാണോ എന്ന രൂപത്തിലൊക്കെ എൻ്റെ മനസ്സിലേക്ക് ചിന്ത ഇങ്ങനെ വന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രവാചകൻ്റെ കൂടെ പോയി. പ്രവാചകൻ എവിടേക്കാണ് പോണത് എനിക്കറിയണമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് ബഖീ ഖബർസ്ഥാനിലാണ്. എന്നിട്ട് ആ ബഖീ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് കിട്ടാൻ വേണ്ടി സുദീർഘമായി കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആയിഷ ബീബി പറയാണ്, സുമ്മൻ ഹറഫ, പ്രവാചകൻ തിരിഞ്ഞു എന്നാണ്. തിരിഞ്ഞപ്പോൾ ബാക്കിൽ ആരുണ്ട്? ആയിഷ ബീബി ഉണ്ട്. ആയിഷ ബീബി പുറകിലുള്ള വിവരം ആർക്കറിയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അപ്പം നബി കാണാതിരിക്കാൻ ആയിഷ ബീബി തിരിഞ്ഞു. ആയിഷ ബീബി പറയാണ്, ഫാസറഅതു, നബി എന്ത് ചെയ്തു? വേഗത്തിൽ നടന്നു. അപ്പം ഞാനും വേഗത്തിൽ നടന്നു. നബി എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? എനിക്ക് വീട്ടിലെത്തണം. ആയിഷ ബീബി പറയാണ്, ഫഹർവൽതു, നബി എന്ത് ചെയ്തു? ഓടി. അപ്പോൾ ഞാനും ഓടി. സ്വാഭാവികമാണ്, ഞാൻ ഓടി വന്ന് എൻ്റെ വിരിപ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ കിടക്കുന്നുണ്ട്, എൻ്റെ വയറിങ്ങനെ വീർക്കുന്നുണ്ട്, നെഞ്ചിങ്ങനെ ഇടിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിച്ചു, ആയിഷ എന്താ പറ്റിയത്? ആയിഷ ബീബി പറഞ്ഞു, ഇല്ല നബി, ഒന്നും പറ്റിയിട്ടില്ല. അല്ല, എന്നാലും എന്താണ് ഇതിങ്ങനെ കിടക്കണം? എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ ആ സമയത്ത് മിണ്ടിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ പറഞ്ഞോ, അല്ലെങ്കിൽ ലത്തീഫുൽ ഖബീറായ റബ്ബ് എനിക്ക് വിവരം അറിയിച്ചു തരും. അപ്പോൾ ആയിഷ ബീബി പറയാണ്, നബിയെ, നിങ്ങൾ ഇങ്ങനെ രാത്രി എണീറ്റ് പോയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോണത് എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ ഒരു പ്രശ്നത്തെ എങ്ങനെ നബി അവസാനിപ്പിച്ചതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ട് ആയിഷ ബീബിയോട് പറയാണ്, അതനൻതി അൻ യഹീഫ് അല്ലാഹു അലൈകി വറസൂലുഹു, ആയിഷ, അള്ളാഹും റസൂലും നിങ്ങളെ തൊട്ട് പിണങ്ങുന്നാണ് വിചാരിക്കണത്, നിങ്ങളെ തൊട്ട് വിട്ടുപോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കണത്. എത്ര മനോഹരമായിട്ടാണ് ഈ വിഷയം കൊണ്ട് ചിലപ്പോൾ ഒരു കുടുംബ കലഹത്തിലേക്കും തൊലാക്കിലേക്ക് എത്തിക്കുന്നൊരു വിഷയമാണ്. എന്നെ സംശയിച്ചു എന്ന് പറഞ്ഞിട്ട് നബിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നത്തെ അവധാനതയോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യണം? അവധാനത കാണിക്കണം. എടുത്തു ചാടരുത്. എടുത്തു ചാടിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആലോചിച്ച് അവധാനതയോട്